ഞാൻ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ഞാനിവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന അരി ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. ഇത് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം, ഒന്ന് കുതിർക്കാൻ വയ്ക്കണം. കാരണം പെട്ടെന്നെടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാനിത് വെള്ളമൊഴിച്ച് വയ്ക്കാം. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 4-5 സവാള അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് ബീൻസ്, ക്യാരറ്റ്, പിന്നെ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇവിടെ ഉണ്ട്. ഇതിനി ഒന്ന് ബോയിൽ ചെയ്യണം, വേവിക്കണ്ട, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇത് അടച്ച് വെക്കണം. എന്ന് പറഞ്ഞാൽ ഹാഫ് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ അരിയിലേക്ക് ഏലക്കയും ഗ്രാമ്പും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഏലക്കയും ഗ്രാമ്പും കൂടി ഈ ഇതിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഇതൊന്ന് ബോയിൽ ചെയ്തിട്ട് വരാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ തന്നെ അത് അവിടെ ഇരുന്ന് വെന്തോളും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് ഈ കാഷ്യൂനട്ടും പിന്നെ ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നെയ്യ് ഒഴിക്കാം. ഞാനിവിടെ അമുലിൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരിങ്ങ ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ ഇത് വറുക്കാനെടുക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഇത്. ഏത് സാധനമാണെങ്കിലും ഞാൻ കഴുകിയിട്ട് എടുക്കാറുള്ളൂ. ഇതും കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ഏലക്കായും
2-3 ഗ്രാമ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അതിലേക്ക് ചേർത്ത് വഴറ്റാം. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഒരുപാട് നെയ്യ് ഒഴിച്ചിട്ടില്ല, വേണമെങ്കിൽ അല്പം കൂടി ഒഴിക്കാം. ആദ്യം ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വെന്തതിന് ശേഷം തുറന്ന് വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടച്ച് വയ്ക്കും. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബീൻസും കൂടി ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. സാധാരണയായി ഉപയോഗിക്കുന്ന വെജിറ്റബിൾസാണ് ഞാനും ഇടുന്നത്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ബീൻസിനുള്ള ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ എല്ലാം അല്പം ഇട്ടാൽ മതി കേട്ടോ. പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ചോറ് ദേ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ അടച്ചു വെച്ചിരുന്നില്ലേ, അപ്പോൾ ഏകദേശം അത് വെന്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ബിരിയാണിയുടെ മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ ഒരു ഏലക്ക പൊടിച്ച് വെച്ചതാണ്, അതും കൂടി ചേർക്കുന്നു. തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ ചോറ് ഇതിനകത്തേക്കിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം.
ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. തീ കുറച്ച് വയ്ക്കണം. സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിട്ട് ഈ ബിരിയാണിയുടെ മുകളിലിടാനായിട്ടാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി മാറ്റി വെക്കും. ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം കേട്ടോ. ഒത്തിരി നെയ്യൊന്നും വേണ്ടാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ബിരിയാണി എന്ന് പറഞ്ഞാൽ കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നെയ്യ് തന്നെയാണ്. അത് പറ്റുമെങ്കിൽ മാത്രം അത് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ച ഉണക്കമുന്തിരി ചേർക്കാം. കാഷ്യൂനട്ട്, ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ ബൈ.